നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം. വിവിധ സർവേകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ സർവേ വോട്ട് വൈബിൻ്റേതായിരുന്നു. വോട്ട് വൈബിൻ്റെ സർവേയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് പ്രവചിക്കുന്നത്. എന്തായാലും വോട്ട് വൈബ് സർവേ നടത്തിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 14,000 പേരെ കണ്ടുള്ള സർവേ ആയിരുന്നു. എന്നാൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് 82,058 പേരെ നേരിട്ട് കണ്ട് നടത്തിയ സർവേ പുറത്തു വന്നിരിക്കുന്നു. ജനുവരി 2 മുതൽ 26 വരെയാണ് ഈ സർവേ നടത്തിയത്. ഈ സർവേ 26-ന് തന്നെ അവർ പുറത്തിറക്കുകയും ചെയ്തു. ടീം PSR ഏജൻസിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. 20 വർഷമായി മാർക്കറ്റിംഗ് റിസർച്ച് മേഖലയിൽ ഇലക്ഷൻ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇലക്ഷൻ റിസർച്ചിൽ ഒക്കെ ശ്രദ്ധ നേടിയ ഏജൻസിയാണ് ടീം PSR. അവരുടെ സർവേ ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ കൗതുകകരമാണ്. ഈ സർവേ അവർ നടത്തിയത് ഗ്രാമപ്രദേശങ്ങൾ, നഗരപ്രദേശങ്ങൾ എന്നിവയൊക്കെ സഞ്ചരിച്ചാണ്. 49% പുരുഷന്മാരും 51% സ്ത്രീകളുമാണ് സർവേയിൽ പങ്കെടുത്തത്. അവരുടെ സർവേ പറയുന്നത് വോട്ട് ശതമാനം വെച്ച് LDF മുന്നിൽ പോകും എന്നാണ്. LDFന് 38.41% വോട്ട് ലഭിക്കുമ്പോൾ UDFന് 38.12% വോട്ട് ലഭിക്കും. നേരിയ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിലുള്ളത്. BJP നേതൃത്വം നൽകുന്ന NDAക്ക് 20.42% വോട്ട് ലഭിക്കും. ഇനി സീറ്റ് നില അവർ പറയുന്നത് ശ്രദ്ധേയമാണ്. വോട്ട് ശതമാനത്തിൽ മുന്നിൽ LDF ആണെങ്കിലും സീറ്റ് നില വരുമ്പോൾ UDF ആണെന്ന് അവർ പറയുന്നു. LDF 62 മുതൽ 68 വരെ സീറ്റ് നേടാം. UDF 72 മുതൽ 77 വരെ സീറ്റ് നേടാം. NDA 1 മുതൽ 3 വരെ സീറ്റ് നേടാം. പിന്നെ അങ്ങനെ വോട്ട് ശതമാനത്തിൽ വ്യത്യാസം വന്നു. വോട്ട് ശതമാനത്തിൽ LDF മുന്നിൽ പോയി. അതിന് അവർ പറയുന്നത് LDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ മികച്ച ഭൂരിപക്ഷം അവർക്ക് ലഭിക്കും എന്നാണ്. എന്നാൽ UDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരം ആയിരിക്കും. നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ മലപ്പുറം ഒഴിച്ചുള്ള ജില്ലകളിൽ UDFന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് UDF മുന്നിൽ വരുന്നു എന്നതിനെപ്പറ്റി അവർ നൽകുന്ന വിവരണവും ശ്രദ്ധേയമാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ ഒരു പരിധിവരെ മയപ്പെടുത്താൻ LDF സർക്കാരിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 2, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ LDF സർക്കാരിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സമയത്തിന് ഡോക്ടർമാർ ഇല്ലാതിരിക്കുക, സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ഇതൊക്കെ LDFനെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും LDFന് ഒരു പോസിറ്റീവ് ഘടകം അവർ പറയുന്നത് ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി LDFന് ലഭിക്കും എന്നാണ്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശിയ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് പ്രതിഫലിക്കില്ലെന്നും അവർ പറയുന്നു. അവരുടെ സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ നിർദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ്. 2ാം സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കാണ്. 3ാം സ്ഥാനം VD സതീശനാണ്. ഇതാണ് അവരുടെ സർവേയിൽ പറയുന്നത്. വോട്ട് വൈബിൻ്റെ സർവേയിൽ മുഖ്യമന്ത്രിയായി 1ാം സ്ഥാനത്ത് സതീശനും 2ാം സ്ഥാനത്ത് പിണറായിയും 3ാം സ്ഥാനത്ത് KK ശൈലജ ടീച്ചറും എത്തിയിരുന്നുവെങ്കിൽ ടീം PSRൻ്റെ സർവേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയും 3ാം സ്ഥാനത്ത് VD സതീശനും എത്തുന്നു എന്ന കൗതുകകരമായ മാറ്റം കൂടി ഉണ്ട്.
തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസമുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ അണിഞ്ഞൊരുങ്ങാൻ അല്ലെങ്കിൽ തെറ്റുകളും കുറവുകളും പരിഹരിക്കാൻ കഴിഞ്ഞാൽ LDF വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ള സൂചന കൂടി ഈ സർവേയിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ മാറ്റി ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ വരുന്ന 2 മാസം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ വീണ്ടും LDF തുടർഭരണം നേടാനുള്ള സാധ്യത കൂടുതലാണെന്ന് സർവേയിൽ പറയുന്നു. എന്തായാലും ടീം PSRന്റെ സർവേ വളരെ ശ്രദ്ധേയമാണ്. ആപ്പ സർവേ അല്ല, 82,058 പേരെ നേരിട്ട് കണ്ട് അവർ നടത്തിയ സർവേയാണ്. ആ സർവേ ഫലമാണ് 26-ന്, അതായത് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു.